ഹാവ് യു എവർ ട്രൈഡ് മാനിഫെസ്റ്റേഷൻ? ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കേട്ടാൽ ഭയങ്കര നിസ്സാരം തോന്നും, ബട്ട് എൻ്റെ ലൈഫിൽ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആനോ മെഡിക്കൽ കോളേജിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു 19 വയസ്സാണ് അന്ന് പ്രായം. അപ്പോൾ ഞാൻ പോകുന്നു. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുകയാണ്. കുട്ടികളൊക്കെ ഭയങ്കര ചിയേർഡായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ കാണുന്ന വിഷ്വൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെ ID കാർഡൊക്കെ ഇട്ടിട്ട് കുട്ടികളിങ്ങനെ സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ ഭയങ്കര ചിയേർഡായിട്ട് അങ്ങനെ പോവാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആ ടൈമിൽ എൻ്റെ പഠിത്തമൊക്കെ ബ്രേക്കായി ഞാൻ ഭയങ്കര ഫ്രസ്ട്രേഷനിലൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആസ് എ പേഴ്സൺ ഹു ഹാസ് എൻഗേജ്ഡ് ഇൻ എവറി കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ, എന്നെ സംബന്ധിച്ചത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നി. ബിക്കോസ് ഞാൻ അവിടെ ഇതുപോലെ കുട്ടികൾ ഇവരെ പോലെ നടക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഒരു 13 ഇയേഴ്സ് തൊട്ടുള്ള ഒരു ഡ്രീമാണ് ലോയർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്ന് പോവാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ബട്ട് ഏതവസ്ഥയിലും എത്ര മോശം അവസ്ഥയിലും ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഐ യൂസ് ടു ഡ്രീം, നോട്ട് യൂസ് ടു, സ്റ്റിൽ ഐ ഡ്രീം. ഞാനത് ഡ്രീം ചെയ്യും, ഞാനത് മാനിഫെസ്റ്റ് ചെയ്യും, അത് ഞാൻ വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. സോ ആ ഒരു ടൈമിലും ഞാൻ എത്ര ബ്രേക്കായ ടൈമിലും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു നാൾ എനിക്ക് പറ്റും എന്നുള്ള ലെവലിൽ. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈയിടെ അലസ് ഫെസ്റ്റ് നടന്ന സമയത്ത് ആ കുട്ടികളെ പോലെ തന്നെ ID കാർഡൊക്കെ ഇട്ട് ആസ് എ ലോ സ്റ്റുഡൻറ്റ് ഞാൻ നമ്മുടെ കോളേജിൻ്റെ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ചാടി കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയും ചെയ്തു, എടി ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിത് ഡ്രീം ചെയ്തിട്ടുണ്ട്, അത് സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര നിസ്സാരമാണ്, ബട്ട് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ വന്ന സാഹചര്യം വെച്ച് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് ലെവലിൽ പോലും എനിക്ക് നിൽക്കാൻ സാധിക്കേണ്ടതല്ല, ബട്ട് ഞാൻ അവിടം വരെ എത്തി. ജസ്റ്റ് ബിക്കോസ് അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, എത്ര മോശം അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ എത്ര കഷ്ടപ്പാടിലായിക്കോട്ടെ, ഹാർഡ് വർക്ക് ചെയ്യുക, ഡ്രീം ചെയ്യുക, അത് മാനിഫെസ്റ്റ് ചെയ്യുക, ഫോർ ഷുവർ അത് സംഭവിച്ചിരിക്കും. നമ്മളത് അങ്ങനെ തന്നെ കാണുക. അല്ലാതെ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എൻ്റെ ലൈഫ് മൊത്തം പോയി എന്നുള്ള ലെവലിൽ ചിന്തിക്കാതെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, ഡ്രീം ചെയ്യുക, ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കും.